പിന്നെ ഗണേഷ് കുമാറിന് പ്രണയമുണ്ടോ എന്ന് ചോദിച്ചാൽ മാധവിക്കുട്ടിക്ക് പ്രണയം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന പോലെ മനസ്സിലായോ? നിങ്ങളിൽ പ്രണയിക്കാത്തവരാരാണ്? ഗണേഷ് കുമാറിന് ഒന്നല്ല 5000 പ്രണയമുണ്ട്. എല്ലാം സ്നേഹമാണ്. കാരണം പ്രണയമില്ലാത്തവൻ പൊട്ടനാണ്. അവന് തലയ്ക്ക് എന്തെങ്കിലും അസുഖം കാണും. പ്രണയം ഉണ്ടാവും. പുനത്തിൽ കുഞ്ഞബ്ദുള്ള പറഞ്ഞിട്ടുണ്ട്, മഹാന്മാരായ ജവഹർലാൽ നെഹ്റുവിന് പ്രണയം ഉണ്ടായിരുന്നു. ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോസ്. മീ അൻവർഷ. ഇപ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് പറയുക. അതിനുവേണ്ടിയാണ് കത്തിത്തീർന്നെങ്കിലും ഈ ഗണേഷ് വിഷയം ഞാൻ കൊണ്ടുവന്നത്. ഇനി അദ്ദേഹത്തെ ക്രൂശിക്കേണ്ട കാര്യമുണ്ടോ? അദ്ദേഹം പറയുന്നത് പ്രണയിക്കാത്തവർ പൊട്ടരാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. പ്രണയം എല്ലാവർക്കും ഉണ്ടാകാം, ഇല്ലേ? കല്യാണം കഴിച്ചവർക്കും കല്യാണം കഴിക്കാത്തവർക്കും എല്ലാവർക്കും പ്രണയം തോന്നും മനസ്സിൽ. അതൊരു സത്യമായ കാര്യമാണ്. ഈ രാഷ്ട്രീയ പ്രവർത്തകന്മാരുടെ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് സംക്ഷിപ്തമായിരിക്കണമെന്ന് വാശി പിടിക്കുന്നതിൽ അർത്ഥമുണ്ടോ ഈ കാലഘട്ടത്തിൽ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാര്യം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നേതാക്കന്മാരെ നമുക്കറിയാം, അത്തരത്തിലാണ് അവരുടെ പ്രവർത്തനം. അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ തുറന്ന പുസ്തകമായിരുന്നു. ഈ കാലഘട്ടത്തിൽ അങ്ങനെ വാശി പിടിക്കണോ, അത് പ്രാവർത്തികമാക്കാൻ സാധ്യമാണോ എന്നൊക്കെ കാര്യം എന്ന് പറഞ്ഞാൽ യുവാക്കളും യുവജനങ്ങളും ഒക്കെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതാണ്. അപ്പം പ്രായത്തിൻ്റെതായ എല്ലാ ചാബല്യങ്ങൾക്കും എല്ലാവരെയും പോലെ അവർക്കും ഉണ്ടാകാം. അപ്പം ഈ ഗണേഷ് കുമാറിനെ ഇതിൻ്റെ പേര് ഇനി ക്രൂശിക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്നുള്ളതാണ് എനിക്ക് ഉള്ളൊരു ചോദ്യം. ഇതിനകത്ത് ഒന്ന് രണ്ട് പ്രതികരണോടെ നമുക്കൊന്ന് കാണാം. പെണ്ണ് പിടിക്കാൻ പോയിട്ട് സ്വന്തം പെണ്ണും പിള്ള വന്ന് കണ്ട് ഫോട്ടോ എടുത്ത് നാട് മുഴുവൻ നാറ് നിൽക്കുമ്പോഴും ആ വളിച്ച മുഖം വെച്ചുകൊണ്ട് ക്യാമറയുടെ മുന്നിൽ നിന്ന് കമലാസുരയുടെ കൂടെയും പുനത്തിൽ അബ്ദുള്ളയുടെയും കൂടെ ഇവരെ ഉപമിക്കാൻ, അത് കണ്ട് ചിരിക്കാൻ കുറെ നാറുകൾ. ഗാന്ധിജിയോടൊപ്പം ഗാന്ധിജി അല്ലാതെ ഗാന്ധിജി ഉണ്ടെങ്കിൽ നെഹ്റുവിന് പ്രണയമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പ്രണയമായിരുന്നു, അല്ലാതെ ഇതുപോലെ നാട്ടുകെട്ട പെണ്ണുങ്ങളെ മൊത്തം കയറി. എന്നെ പോലെ ഗാന്ധിജിയെ ആക്രമിച്ചില്ലേ എന്നാ ചോദിക്കുന്നത്. എന്നെ പോലെ ഗാന്ധിജിയെ ആക്രമിച്ചില്ലേ? പുള്ളി അച്ഛൻ എത്ര ഭേദമായിരുന്നു. ഒന്ന് രണ്ട് പ്രസംഗം നടത്തും, അല്ലെങ്കിൽ ഇച്ചിരി മറ്റേ ഇടമലയാർ കേസിലൊക്കെ ഒന്ന് വിട്ടുപോയി എന്നല്ലാതെ പുള്ളിയെ കുറിച്ച് എന്തെങ്കിലും മോശം പറയാനുണ്ടായിരുന്നു? പലരും പറയുന്നുണ്ട് അങ്ങേര് ഇതിനെക്കാട്ടി അങ്ങേര് ഒളിവ് മറവൊക്കെ ഉണ്ടായിരുന്നു കേട്ടിട്ടുള്ളത്. ഇത് ഒളിവുമില്ല മറവില്ല, നാട് മൊത്തം 400 പെണ്ണുങ്ങൾ. കേട്ട പ്രതിഷേധം അല്ലെങ്കിൽ പ്രതികരണം ഒരു ശരാശരി മലയാളികളുടെ, ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന മലയാളികളുടെ പ്രതിഷേധമാണോ എന്നുള്ള ഒരു ചോദ്യം എനിക്കുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് ഇനി പോകുന്ന പ്രതികരണം മറ്റാരുമല്ല, ഒരുപാട് ക്രൂശിക്കപ്പെട്ട നമ്മുടെ രാഹുൽ മാങ്കൂട്ടം. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അവസ്ഥയൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണല്ലോ. ഇനിയിപ്പോൾ അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരിക്കുന്ന ഒരു പോർഷനാണ്. അപ്പോൾ അതുകൂടെ നമുക്ക് കണ്ടിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയാണ് അദ്ദേഹം പറഞ്ഞത്, എനിക്ക് എൻ്റെ ഭാര്യയെ സംശയമില്ലാത്തത് കൊണ്ട് മാത്രം ശ്രീ കെ ബി ഗണേഷ് കുമാർ എൻ്റെ മകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള കമൻറ്റിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അത്ര അഗ്രസീവാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ അദ്ദേഹം IVF സെൻ്ററുകളുടെ കാര്യം പറഞ്ഞു. IVF സെൻ്ററുകൾ ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്ന പത്തനാപുരത്താണ് എന്ന് ചില അനുഭവസ്ഥർ തന്നെ നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളിലൂടെയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഇപ്പോൾ അതൊന്നുമല്ലല്ലോ വിഷയം. എത്ര ഗൗരവതരമായ വിഷയമാണ്. ശ്രീ കെ ബി ഗണേഷ് കുമാർ എന്ന് പറയുന്നത് മറ്റാരെയും പോലെയല്ല. സാധാരണ ഒരാളെ 3 പേര് അടിക്കുക, ആ 3 പേരടിച്ചതിൻ്റെ 3 പാടുണ്ടാവുക എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ശ്രീ കെ ബി ഗണേഷ് കുമാറിൻ്റെ ചരിത്രം എന്താണ്? ഒരൊറ്റ അടിയിലെ ഒരു പാടിന് 3 അവകാശികൾ ഉണ്ടായ ആളാണ് ശ്രീ കെ ബി ഗണേഷ് കുമാർ. ഇതൊക്കെ കേരളീയ പൊതുസമൂഹത്തിന് നല്ല ബോധ്യമുണ്ട്. ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ മനസ്സ് എപ്പോഴെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂലിയാണ് എന്ന് ശ്രീ കെ ബി ഗണേഷ് കുമാർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഇനി ഗൗരവതരമായ ചോദ്യമുള്ളത്, ഈ സംസ്ഥാനം ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ ഒരു മെയിലിലൂടെ ഊരും പേരില്ലാത്ത ആരുടേതാണെന്ന് പോലും അറിയാത്ത മെയിലിലൂടെ SIT രൂപീകരിച്ച് അന്വേഷണം നടത്തി ഒരു ഹോട്ടൽ വളഞ്ഞ് ജനപ്രതിനിധി അറസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന കേരള പോലീസിന് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് ചോദിക്കാനായിട്ടുള്ളത്, അങ്ങയുടെ ക്ലിഫ് ഹൗസിനോട് വളരെ അടുത്ത് താമസിക്കുന്ന ശ്രീ കെ ബി ഗണേഷ് കുമാറിനെ അറസ്റ്റ് ചെയ്യാൻ അങ്ങയുടെ പോലീസ് എപ്പോഴാണ് പുറപ്പെടുക? എപ്പോഴാണ് ആ മന്ത്രിയുടെ രാജി ചോദിച്ചു വാങ്ങിച്ചതിന് ശേഷം കസേരയിലേക്ക് ചമർന്നിരുന്നിട്ട് കപ്പിൽ ചായ കുടിക്കുക എന്നൊക്കെ അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇതിനകത്ത് വളരെ ഗൗരവതരമായ വിഷയമുണ്ട്. കേരളത്തിന്റെ പൊതുസമൂഹം ചോദിക്കുന്നുണ്ട്. ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനകത്ത് ആ ആരോപണങ്ങളുടെ കേസ് അന്വേഷിക്കുന്നതിനകത്ത് രാഷ്ട്രീയമുണ്ടോ? ജനങ്ങൾ ചോദിക്കുകയാണ്. ആ ചോദിക്കുമ്പോൾ ഇവരെന്താ മറുപടി പറയാൻ പോകുന്നത്? ശ്രീ കെ ബി ഗണേഷ് കുമാറിനെ പോലെ നിരന്തരമായ ആരോപണങ്ങൾ കേൾക്കേണ്ടി വരുന്ന ഒരു ഹാബിച്വൽ ഒഫൻഡർ, അദ്ദേഹത്തിനെതിരായിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ വളരെ ഗൗരവതരമായ ഒരു ആരോപണം ഉന്നയിക്കുന്നു. അത് മാധ്യമങ്ങളോട് ഉന്നയിക്കുകയല്ല. അവര് ഈ സംസ്ഥാനത്തിനകത്ത് ഈ രാജ്യത്തിനകത്ത് തന്നെ എല്ലാ സ്ത്രീകൾക്കും വിശ്വാസത്തോടു കൂടി പരാതി പറയുവാൻ കഴിയുന്ന കൺട്രോൾ റൂം നമ്പർ 112 അവർ വിളിക്കുന്നു. ആ വിളിക്ക് എന്ത് പരിഹാരം ഉണ്ടായെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയണം. 2, അതിനെ തുടർന്ന് SP ആ വിഷയത്തിനകത്ത് ഇടപെട്ടിട്ട് എന്ത് മറുപടി ഉണ്ടായി, എന്ത് തീരുമാനം ഉണ്ടായി എന്ന് SP പറയണം. ഇന്ന് ശ്രീ കെ ബി ഗണേഷ് കുമാറിന്റെ ജീവിത പങ്കാളിയായ അതിജീവിത ഗാർഹിക പീഡനങ്ങൾ നിരവധി തവണ ഏറ്റുവാങ്ങേണ്ടി വന്ന അതിജീവിത പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയുണ്ട്. എന്താണ് അവർ പറഞ്ഞത്? അവരുടെ ഫോൺ ചോർത്തിക്കൊണ്ടിരിക്കുകയാണ് മന്ത്രി. എങ്ങനെയാണ് കഴിയുന്നത്? നിങ്ങൾ വിചാരിച്ച ഫോൺ ചോർത്താൻ കഴിയുമോ? എത്ര ഗൗരവമുള്ള ആരോപണമാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. കൃത്യമായ അധികാരത്തിന്റെ എല്ലാ തരത്തിലുമുള്ള ദുർവിനിയോഗം അല്ലെ നടന്നിരിക്കുന്നത്. ഇനി മറ്റൊരു ഗൗരവതരമായ വിഷയം, ഈ അതിജീവിതം തന്നെ പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളെ അവർ വിളിച്ചിരുന്നു. ഇത്ര ഗൗരവത്തിലുള്ള ഒരു വിഷയത്തിനകത്ത് പരാതി പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ചിട്ട് എന്ത് നടപടിയാണ് ആ വിഷയത്തിനകത്ത് ഉണ്ടായത് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയണം, കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് പറയണം.
അപ്പോൾ ഇത് കേട്ടല്ലോ, ആരോപണ വിധേയനായി ഒരുപാട് ക്രൂശിക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാക്കുകളാണ്. ഇപ്പം ബോള് രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയിരിക്കുകയാണ്. അദ്ദേഹം ഗണേശനെതിരെ നല്ല രീതിയിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രേമം സ്നേഹം എന്നൊക്കെ പറയുന്നത് ഏതൊരു മനുഷ്യനും ഉണ്ടാവുന്ന സ്വാഭാവികമായ കാര്യമാണ്. അത് രാഷ്ട്രീയക്കാരനായതുകൊണ്ട് അത് സംഭവിച്ചുകൂടാ, അല്ലെങ്കിൽ അവരത് ചെയ്തുകൂടാ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, പിന്നെ അങ്ങനെ ഈ പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുമ്പോൾ നമ്മളൊന്ന് അലേർട്ടായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പെട്ടുപോകാതിരിക്കാൻ. കഴിയുന്നവർ, എല്ലാവർക്കും ആ ഒരു വിൽ പവർ ഉണ്ടാകണമെന്നില്ലല്ലോ. ഇപ്പം കടിച്ചു പിടിച്ച് നിൽക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള പെട്ടുപോകുന്ന സാഹചര്യങ്ങളിൽ അതിനെ തരണം ചെയ്ത് മുമ്പോട്ട് വരാനോ ഒക്കെ എല്ലാവർക്കും സാധിച്ചെന്ന് വരത്തില്ല. ചിലർക്ക് അങ്ങനെ സാധിക്കുന്നവരുണ്ട്. എന്തൊക്കെയായിരുന്നാലും നമുക്കറിയാമല്ലോ, പലരെയും ഇതുപോലെ സിനിമാ മേഖലയിലും നമ്മുടെ രാഷ്ട്രീയത്തിലും ആരോപണങ്ങൾക്ക് വിധേയരാക്കിയിട്ടുണ്ട്. ഈവൻ ഉമ്മൻചാണ്ടി സാറിനെ പോലും. അതൊന്നും നമ്മളെ പോലുള്ള ആരും വിശ്വസിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഉമ്മൻചാണ്ടി സാറിന് എതിരെ വന്നതൊക്കെ. എന്നിരുന്നാലും അപ്പം ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളതാണ് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഗണേഷ് കുമാറിനെ നമ്മൾ അവഗണിക്കണോ അതോ പരിഗണിക്കണോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് വേറൊരു ടോപ്പിക്കും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ പഴയത് ചാനലിൽ കിടപ്പുണ്ട്, കയറി ഒന്ന് കാണുക, സപ്പോർട്ട് തരിക. നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുക. താങ്ക്